വട പല വെറൈറ്റീസ് ഉണ്ട്. அதில் ஒரு நல்ல டேஸ்டியான கிறிஸ்பியான வடையாகும் பொள்ள வடை. அது இன்றைக்கி எப்படி பண்ணுறதுன்னு பார்க்கலாம். இந்த உள்ள நல்ல ஹோலாயிட்டு இருக்கும், அதாக்கும் பொள்ள வடை சொல்லுவா. அதுக்கு ഏത് കപ്പാക്കുമോ മെഷർമെൻറ്റ് എടുക്കാറാൾ അതേ കപ്പ് യൂസ് പണ്ണുങ്കോ. അതിൽ ഒരു കപ്പ് തോരപ്പരിപ്പും ഒരു കപ്പ് കടലപ്പരിപ്പും എടുത്തിരിക്കേ. അത് ഒരു മണിക്കൂർ ഉമിഴ്ത്തി വെച്ചിട്ട് നന്നാ അലമ്പി അതിലുള്ള ജലം നന്നാ കളഞ്ഞ് അത് മിക്സിയിൽ 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കില്ല. അതിൽ ഒരു തണ്ട് കരിവേപ്പില ഏത് കപ്പിലെടുത്തോമോ അതേ കപ്പിൽ 4 കപ്പ് തേങ്ങ തിരുവിനത്, 3 കപ്പ് എടുത്താലും ഓക്കെ ആക്കും. 4 തേങ്ങ നല്ല അത് കൊഞ്ചം വെള്ളം വിട്ട് ഇതുപോലെ നല്ല മഷി പോലെ അരച്ചെടുത്തുക്കരുത്. അതിൽ അതേ കപ്പിൽ 8 കപ്പ് അരിശിപ്പൊടി എടുത്തിരിക്കാൻ. ഇത് അരിശി ഉമിഴ്ത്ത് വെച്ചും നമുക്ക് പണ്ണലാം. ഇன்றைக்கி கொஞ்சம் கூட എളുപ്പം ഉള്ള രീതിയിൽ നമുക്ക് കടയിലേന്ന് വാങ്ങിന അരിശിപ്പൊടി താൻ എടുത്തിരിക്കാൻ. 8 കപ്പ് അതേ മെഷറിങ് കപ്പിൽ നമ്മൾ അളന്നെടുത്തിട്ടാൽ പോരും. കൊഞ്ചം കൂടെ കരിവേപ്പില ഇതുപോലെ ചിന്നതാ നിറയ്ക്കുന്നതും, കായപ്പൊടി ഒരു ടീസ്പൂൺ, ആവശ്യത്തേക്കുള്ള ഉപ്പ്, കാരപ്പൊടി അവൾക്ക് ഏത് ടേസ്റ്റ് വേണമോ അതനുസരിച്ച് കൂട്ടവോ കുറയ്ക്കുകയോ ചെയ്തോങ്ങും. നന്നാ ഒന്ന് മിക്സ് പണിയിട്ട്, കാരണം നമ്മൾ തണ്ണി വിട്ടാക്കും അരച്ചിരിക്കും, അതുകൊണ്ട് அந்த പൊടിയെ നന്നാ മിക്സ് പണി. ഇനിയും തണ്ണി എത്ര വേണമോ അതന്ത മിക്സിയിലേ ഒന്ന് അലമ്പി എടുത്തിട്ടാൽ പോരും. അന്ത തണ്ണി വിട്ട് ഒന്നും കൂടെ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് കടക്കറവ് പോലെ പിശഞ്ചെടുക്കരുത്. ഇതിപ്പോൾ ரொம்ப തണ്ണി ആവശ്യമില്ല, കൊഞ്ചം കൂടെ തണ്ണി അതേ മിക്സിയിൽ ഇതുപോലെ അലമ്പി എടുത്തിട്ടാൽ പോരും. എത്ര വേണമോ അതും കൂടെ വിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള മാവ് ഇതുപോലെ കടയ്ക്കണം. നമുക്ക് വട തട്ടുറത്തേക്ക് പറ്റുന്ന അതേ രീതിയിലുള്ള മാവ്. എന്നിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂട് എണ്ണയും കൂടെ വിട്ട് നന്നായി പിശഞ്ചെടുത്തിട്ടാൽ പോരും. വടയുടെ മാവ് റെഡിയാവും. എണ്ണ മിക്സ് പണി ഇതുപോലെ പിശഞ്ചെടുത്ത് വെക്കരുത്. ഇത് നമ്മൾ മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട. ഇതുപോലെ നല്ല സ്മൂത്തായിരിക്കണം മാവ്. ചിന്ന ചിന്ന പൂരിയോടെ സൈസിലേം കാട്ടി കൊഞ്ചം കൂടെ ചിന്ന ഉരുളകളെ ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കില്ല. അപ്പോൾ നമുക്ക് തട്ടുറത്തേക്ക് എളുപ്പമായിരിക്കും. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കൊഞ്ചം എണ്ണ ഇതുപോലെ തടവിയിട്ട് ഓരോരോ ബോള നമുക്ക് ഒന്നുകിൽ കൈ കൊണ്ട് വിരലുകളും അല്ല പത്തിയും വെച്ച് നമുക്ക് പരത്തിയെടുക്കില്ല. പരത്തുമ്പം നമ്മൾ തട്ടിയെടുക്കുമ്പം കനം ഒരുപോലെ ഇരിക്കണം. ഒരു സൈഡ് കനം കൂടുന്നതും ഒരു സൈഡ് കനം കുറഞ്ഞതുമായി ഇരിക്കണ്ട. എന്നാൽ ഇതുപോലെ ചിന്ന സൈസിൽ ഇതുപോലെ തട്ടിയെടുത്തിട്ടാൽ പോരും. ഇതുപോലെ കൈ വെച്ച് തട്ടല, അല്ല കൈ വെച്ച് തട്ടുറത്തേക്ക് പാടാക്കും, അല്ല ഷേപ്പ് കടയ്ക്കറതില്ലെന്നുണ്ടാന്നെ ഇതേ മാവ് ഷീറ്റിൽ വെച്ചിട്ട് ഒരു ചിന്ന പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഒരു ചിന്ന ഡവറാവും വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടാൽ പോരും. നമ്മളെന്താ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് പ്രസ് പണ്ണുമ്പോൾ அந்த ഷീറ്റിലേയും കൊഞ്ചം എണ്ണ തടവിക്കണം, ഇല്ലാട്ടെന്നെ ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും. എണ്ണ തടവിന് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഒരു ചിന്ന പരന്ത ഡവറാവോ ഏതേലും ഒരു പാത്രമോ എടുത്തിട്ടാൽ പോരും. അത് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് പണി കൊടുത്തിട്ടാൽ പോരും. അപ്പോൾ ഒരേ സൈസിൽ പ്രസ് പണ്ണുമ്പം ഒരു സൈഡ് കനം കുറഞ്ഞും മറ്റേ സൈഡ് കനം കൂടിയും വരപ്പെടാതെ എല്ലാം ഒരുപോലെ ഇരിക്കണം. ഇതുപോലെ തട്ടിയെടുത്താൽ പോരും. നമ്മൾ എടുത്ത് കാണിക്കാനാണ് അതോടെ കനം എത്ര ഇരിക്കുമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് എണ്ണയിൽ ചിന്ന കഷ്ണം മാവ് പോടുമ്പോൾ പൊങ്ങി വരണം. അപ്പോൾ அந்த എണ്ണ കറക്റ്റ് ചൂടാക്കും. അത് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ചിട്ട് നമുക്ക്
വട ഓരോന്നാ എടുക്കല. ഇപ്പോൾ ഒരെണ്ണം പോട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ആപ്പയാൽ പ്രസ് പണി കൊടുക്കണം. അപ്പോൾ കറക്റ്റ് പൂരി പോലെ പൊള്ളി വരും. ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം പ്രസ് പണിനാൽ പോരും. മേലെ മുതന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് പണി കൊടുത്തിട്ട് അപ്പം നല്ല കറക്റ്റ് ബോൾ പോലെ പൂരി പോലെ വരുത്. പാനിപൂരി എല്ലാം പോലെ തന്നെ വരും. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരുപ്പി പോട്ട് 2 സൈഡും നല്ല ചുമന്ന് വരുമ്പോൾ அந்த എണ്ണയുടെ ചത്തവും നിന്ന് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റില്ല. അപ്പോൾ കറക്റ്റ് വട നല്ല ക്രിസ്പിയായിരിക്കുകയും ചെയ്യും, നന്നായി വെന്തിരിക്കുകയും ചെയ്യും. ഇതുപോലെ നല്ല കളറും കടച്ച് കഴിയുമ്പോൾ തിരുപ്പി പോടുമ്പോൾ എണ്ണച്ചത്തം ഇല്ല, അത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കില്ല. ഇതുപോലെ ബാക്കിയുള്ള വടയും നമുക്ക് പൊരിച്ചെടുക്കല. ഇപ്പോൾ ഓരോന്നാ പൊരിക്കണം എന്നില്ലേ, കൊഞ്ചം കൂടെ അകന്ത ചട്ടിയാനാണ് നമുക്ക് നിറയെ പോട്ട് പൊരിച്ചെടുക്കല. ബട്ട് ഒരെണ്ണത്തെ ഇതുപോലെ പ്രസ് പണി എടുത്ത് അത് പൊങ്ങി വന്നതിന് ശേഷം അടുത്തത് പോടുമ്പോൾ അപ്പോൾ എല്ലാം നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഇപ്പം ജസ്റ്റ് ഫസ്റ്റ് കാണിക്കറതുക്കാക്കും ആദ്യം ഒരെണ്ണം മാത്രമാണ് കാണിച്ച്. ഇപ്പം അതായത് പൊങ്ങി വരുമ്പോൾ അടുത്തത് പ്രസ് പണി കറക്റ്റ് അതും ഒരു ബോൾ പോലെ ആകുമ്പം ആദ്യത്തെ തിരുപ്പി പോട്ടിട്ടാൽ പോരും. ഇതുപോലെ 5-6 இந்த ചട്ടിയിൽ ചിന്ന கொஞ்சமாக எண்ணெய் எடுத்திருக்கிறோண்டு 3-4 എണ്ണം தான் எனக்கு அட் ஏ டைம் போட പറ്റും. கொஞ்சம் അകലமான ചട്ടി ആണെന്ന നിറയെ നമുക്ക് അറ്റ് എ ടൈം പോട്ടെടുത്തുക്കല. ഇതുപോലെ എല്ലാ വടയും പൊരിച്ചെടുത്തിട്ടാൽ പോരും. ഇത് കറക്റ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ പാനിപൂരി എന്നും ചൊല്ലല. പാനിപൂരി പോലെ ചിന്ന ചിന്ന പൂരികളായിട്ട് എന്നാൽ അതോടെ ടേസ്റ്റ് നമ്മളോட പരിപ്പോടെയും തേങ്ങയോടെയും എല്ലാം നന്നായിരിക്കുകയും ചെയ്യും. അതാകും പൊള്ള വടയും ചൊല്ലരുത്, ഉള്ള പൊള്ളയായിരിക്കും. പൂരി പോലെ ഉള്ള പൊള്ളയും നല്ല ക്രിസ്പിയാവും ഇരിക്കുകയും ചെയ്യും. ഇത് എല്ലാവരും இந்த வடை ഒന്ന് பண்ணி பாருங்க. அதோட டெக்ஸ்டர் எப்படி இருக்குன்னு காணிச்சு தரேன். എല്ലാ വടയും പൊരിച്ചെടുത്തിരിക്കുക. പൂരി പോലെ നല്ല ബോളായി ഇരിക്കുകയും ചെയ്യും, നല്ല ക്രിസ്പിയായിരിക്കുകയും ചെയ്യും. മുറിച്ച് കാണിக்கிறேன்னா அதோட சத்தம் கேட்கல നമുക്ക്. അതിലേന്ന് തെരിയും എത്ര ക്രിസ്പിயாக இருக்குன்னு. തുറക്കാതെ തന്നെ ഉള്ള കറക്റ്റ് പൊള്ളயாக இருக்கும். அதாகும் பொள்ள வடை சொல்லறது. எல்லாரும் ட்ரை பண்ணி பாருங்க. இந்த வீடியோ பிடிச்சதுன்னா எல்லாரும் லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க.